ടു കണ്ടായിട്ട് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ മുടി നല്ല സമൃദ്ധമായി തഴച്ച് വളരാനുള്ള ഒരു കിടിലൻ ഹെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, കരിഞ്ജീരകത്തിൻ്റെ. അപ്പോൾ അതിന് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് തുളസിയുടെ ഇല വേണം, തെച്ചിപ്പൂവ് വേണം, പിന്നെ വേണ്ടത് കരിഞ്ജീരകം. അപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തിയെടുക്കാം. പിന്നെ നമുക്കൊരു തേങ്ങ വേണം, അതിൻ്റെ പാലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ കറ്റാർവാഴ. പിന്നെ ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ തെച്ചിപ്പൂവിനെയും തുളസിയുടെ ഇലേനെയും നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇലകളാക്കി നമ്മുടെ തുളസി എടുക്കുക, എന്നിട്ട് ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അതേപോലെ തന്നെ തെച്ചിപ്പൂവിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ മുട്ടൊന്നും കളയണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും അതും ഇതേമാതിരി തന്നെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി നമുക്ക് എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മുടെ 2 കൈപ്പിടി അളവിലാണ് ഇതെല്ലാം നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ അതിൻ്റെ പൊടിയും കാര്യങ്ങളും മഴുക്കും പിന്നെ പ്രാണികളും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടി നല്ല പോലെ നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കറ്റാർ വാഴയാണ്. അപ്പോൾ കറ്റാർ വാഴേനെ ഒരു പാത്രത്തിൽ ഇതേമാതിരി കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ കഴുകി അങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം അതിൽ വെള്ളത്തിലിട്ട് വെക്കുക കാര്യങ്ങളോ ഒന്നും വേണ്ട, നേരെ അത് വാഷ് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്ക് അതിനെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരു തരി പോലും വെള്ളം ചേർക്കേണ്ട, ഓൾറെഡി വാട്ടർ കണ്ടൻറ്റ് ആണല്ലോ അതിലുള്ളത്. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ. അതേ കണ്ടോ, അങ്ങനെ കിട്ടും. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തെച്ചിപ്പൂവിനെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ ഇതൊരു 3-ാമത്തെ പ്രാവശ്യം നമ്മൾ ഇതാക്കി ഇട്ടേക്കണതാണ് കേട്ടോ വെള്ളം. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതിൻ്റെ ആ വെള്ളം ഊർന്ന് പോകാനായിട്ട് നമുക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം പറക്കി അപ്പോൾ കുഞ്ഞു ഇതുകൾ ഒന്നും കളയണ്ട കേട്ടോ, നമുക്ക് എല്ലാം എടുക്കാം. അങ്ങനെ അതിന് ഇതളകളായി പോയതൊക്കെ പറക്കിക്കോ, കുഴപ്പമൊന്നുമില്ല, അത് കളയണ്ട, വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ അതെല്ലാം പറക്കി നമ്മൾ വാലാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇതേമാതിരി തന്നെ നമുക്ക് തുളസിയുടെ ഇലയും വാലാൻ വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്ക് നീരെടുക്കണം. ഇപ്പം ഞാൻ അതിന് ടൈമില്ലാത്ത കാരണം ഞാനതിനെ പിഴിഞ്ഞങ്ങ് എടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ, അതായത് അമർത്തി അങ്ങ് പിഴിഞ്ഞ് നമ്മുടെ തുളസിയുടെ നീര് കളയരുത്, ആ വെള്ളം അങ്ങോട്ട് നല്ലപോലെ കുടഞ്ഞും പിഴിഞ്ഞങ്ങ് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഒരു തരി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്ത് നമുക്ക് അതിൻ്റെ നീര് മാത്രമാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടങ്ങ് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ച് ഒന്നിങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നീരിങ്ങനെ നല്ലപോലെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കൊറ്റനില്ലേ, അത് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കതിൻ്റെ ആ നീരങ്ങ് കിട്ടും. ഇതാ കണ്ടോ. അപ്പോൾ അത്രയും തുളസി നമ്മൾ എടുത്താലും അതിലെ നീര് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. അത് അത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ, അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മളൊരു 5-6 മണിക്കൂറെങ്കിലും അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കുതിർത്താൻ വേണ്ടി നമ്മൾ ഇടണം. അപ്പോൾ ഇതാ കുതിർത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കുതിർത്തിയ കുറച്ച് വെള്ളമില്ലേ, അതോടൊപ്പം തന്നെ അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ തെച്ചിപ്പൂവിനെയും കൂടി ഇട്ടിട്ട് അരച്ചങ്ങനെ വല്ലാതെ അങ്ങനെ അരക്കല്ല, നമ്മൾ അവിയലിലേക്കൊക്കെ തേങ്ങയൊക്കെ ഇങ്ങനെ ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവത്തിൽ നമ്മൾ ആക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ തെച്ചിപ്പൂ ഒറ്റയടിക്ക് ഇടാൻ പറ്റില്ല, നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ വലിയ ജാറാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പണി കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക കേട്ടോ. ഒരു നമ്മളിങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ഒതുക്കിയെടുക്കുന്ന ആ ഒരു പരുവില്ലേ, ആ പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമ്മുടെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് അതിൻ്റെ 1-ാം പാല് 2-ാം പാല് 3-ാം പാലൊന്നും ആയിട്ട് എടുക്കേണ്ട, ഒരൊറ്റ പാലായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനത് പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഒരു കട്ടിയുള്ള പാത്രമൊന്നും അല്ലെങ്കിൽ ഉരുളിയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിലോ വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കറ്റാർവാഴ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ തുളസിയുടെ നീരും കൂടിയാണ് ചേർക്കാനുള്ളത് കേട്ടോ. ഇനി നമ്മളിത് 3ഉം കൂടി നല്ല പോലെ മിക്സ് ആക്കണം. അപ്പോൾ ഇപ്പം നമ്മളിത് അടുപ്പത്തോട്ടൊന്നും വെച്ചിട്ടില്ല, അടുപ്പത്തോട്ട് കയറുന്നതിന് മുമ്പാണ് നമ്മളിതെല്ലാം 3ഉം കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്, അതവിടെ ഓരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ചേർത്ത് പോവുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ അടുപ്പത്തോട്ട് വെച്ച് ചെറുതീയിൽ വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ആ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് അടുത്ത ആളെ ഇറക്കി വിടാം. അതാരാന്ന് വെച്ചാൽ നമ്മുടെ കരിഞ്ചീരകവും തെച്ചിപ്പൂവും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ ഇതിലേക്ക് ഒരു 250 ml നല്ല വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം കേട്ടോ. മാക്സിമം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. കാരണം കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ മുടിക്ക് വീണ്ടും വീണ്ടും ദോഷം തന്നെ ചെയ്യുള്ളൂ, ഗുണം ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ ഇത്തിരി പാടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലിലെ വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റി അതിനകത്തുനിന്ന് ആ എണ്ണയൊക്കെ ഇറങ്ങിയാൽ മാത്രമാണ് ഇതെല്ലാം കൂടി യോജിച്ച് സെറ്റ് ആവുള്ളൂ കേട്ടോ. ചെറു തീയിലിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ എണ്ണ ഒന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ എണ്ണയുടെ ഒരു പാകം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കൊറ്റൻ പോലെ വരില്ലേ, അത് കയ്യിലൊന്ന് എടുത്തിട്ടൊന്ന് തിരുമ്മി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണൽത്തരിയുടെ ഒരു ഫീലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ചൂടുണ്ടാവും കേട്ടോ, കൈ പൊള്ളാതെ സൂക്ഷിക്കണേ. എണ്ണയും കൂടി ആവുമ്പോൾ അതൊന്ന് കെയർ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ സെറ്റായിട്ടുണ്ട്. ഇനി ആ ഉരുളിയുടെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഇരുന്നോളും. തീയൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ ഇനി നമ്മൾ ചൂടാറി കഴിയുമ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 2 ദിവസം ഈ എണ്ണ ഇങ്ങനെ തന്നെ ഇരിക്കണം. അതിന് ശേഷം കണ്ട ഇതിൻ്റെ കളറൊക്കെ ഉണ്ട്, നല്ല കറുത്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് ആ എണ്ണ നമ്മൾ ഒഴിച്ചെടുക്കണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുക്കുക, അതിൻ്റെ മുകളിൽ നമുക്കൊരു കോട്ടൻ്റെ ഒരു തുണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു പിഴിഞ്ഞെടുക്കല്ലേ, അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കൊറ്റൻ ബാക്കി വരുന്നത് നമുക്ക് കളയൊന്നും വേണ്ട, അതും നമുക്ക് റീയൂസ് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ടേബിൾ സ്പൂണൊക്കെ ആ കൊറ്റനെടുത്തിട്ട് ലേശം വെള്ളം കൂട്ടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് നല്ലൊരു കിടിലൻ ഒരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. മുടി നല്ല പോലെ എന്താ പറയുക, മുട്ടോളം മുടി വേണം, പാദം വരെ മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന, ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു ഹെയർ ഓയിലാണ്. മുടി നല്ല പോലെ വളരും എന്ന് പറഞ്ഞാൽ നല്ല പോലെ വളരും. അത് ഞാൻ എടുത്ത് പറയാം, 1-2 ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരുന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസമെങ്കിലും നമ്മളിത് ചെയ്ത് നോക്കിയാലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിനെ ഒരു ചില്ലിൻ്റെ ഒരു കുപ്പിയിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. എപ്പോഴും നമ്മൾ എണ്ണയൊക്കെ ഒരു ചില്ല് പാത്രത്തിലാക്കി വെക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കിനി ലേശമെടുത്ത് തലയോട്ടിയിലൊക്കെ മസാജ് ചെയ്യുക, നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഒരു 10-20 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത്, അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൊടിയുടെ താളിപ്പൊടിയോ അതൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നല്ല കിടിലനായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി സെയിലുമുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റഡ് ആണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കാം, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.